വലിയ കണ്ടടി ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മൂന്നെണ്ണോണ്ടടി, രണ്ട് ചെറുത്. എന്തെടുക്കണേ? കൊള്ളാല്ല സാധനം. ഇതാവുമ്പോ ഇങ്ങോട്ട് കഷ്ടപ്പെടണ്ട. രണ്ട് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കുമല്ലേ? പാത്തുണ്ടാക്കി വെച്ച് കൊടുത്താൽ മതി. അതെ. വീട്ടിൽ കമ്പി ഇരിപ്പുണ്ടോ? ഉണ്ട്, കമ്പി ഉണ്ട്, നെറ്റും കിടപ്പുണ്ട്. എന്നാ ട്രാപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? നോക്കാം. അതെ, ഒരു വരാലുണ്ട് കൊണ്ട് ഞണ്ടിനെ പിടി. ഇതിങ്ങനെ ഇതിനകത്തുകൂടി എങ്ങനെ ഞണ്ട് കയറണം? മതി, ഞാൻ മനസ്സിലായി. ഇതാണ് ഞണ്ടിന്റെ കൂട്. ഇത് നമുക്ക് മേളിലിങ്ങനെ അടക്കണം. മേളിൽ കൂടെയാണ് ഞണ്ടിനെ എടുക്കുന്നത്. ഇത് കണ്ട, ഈ ഗ്യാപ്പിൽ കൂടെ ഞണ്ട് കയറും. ഇവിടെ കൂടെ ഞണ്ട് വന്ന് കയറും. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തീറ്റയിട്ട് വെക്കും. എന്നിട്ട് കൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കും. അതുകൊണ്ട് ഇടും. അപ്പം ഞണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങത്തില്ല. അങ്ങനെ നമ്മൾ അതിനെ പിടിക്കും. അവിടെ പോയി ഞണ്ടുകളൊക്കെ ഇട്ടു. ഞണ്ട് കണ്ടനൊക്കെ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നു. അവിടെ വലിയ ഞണ്ടുണ്ടാവും. ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ കണ്ടലുള്ള നല്ല താഴ്ചയുള്ള സ്ഥലമല്ലേ, ഇവിടെ കിട്ടും. അവരുടെ പത്താഴത്തിൽ നിന്ന് വെള്ളം കയറി വരുന്ന സ്ഥലവും ഞണ്ടുണ്ടാവും. പാടത്തുനിന്ന് കയറി വരുന്ന ഞണ്ടുണ്ടാവും. പിന്നെ പേര് കണ്ട അതിൻ്റെ സൈഡിലൊക്കെ കുറെ പൊട്ടുണ്ട്. അവിടെ നിന്ന് കയറി വരുന്ന ഞണ്ടുണ്ടാവും. വലിയ ഞണ്ടുണ്ടാവും. ഇവിടെ ഇവിടെ ആരേലും വന്ന് രാത്രി പൊക്കുവാ? പൊക്കിക്കൊണ്ട് പോയൊന്നുമില്ല, നമ്മുടെ സ്ഥലമല്ലേ. അടുത്തിനാ തെങ്ങിൻ്റെ അളയൊക്കെയുള്ള സ്ഥലമാണ്. വലിയ ഞണ്ടിറങ്ങി വരും, വലിയ ഞണ്ട്. പക്ഷെ നാളെ ഒറ്റക്കൊന്ന് പൊക്കിക്കണം കേട്ടോ. ഞാൻ ഉണ്ടാകല്ലേ. ഒറ്റക്ക് വാ. അമ്മൂനെയും വിളിച്ചോ. എനിക്ക് നാളെ പണിയുണ്ട്, പണിക്ക് പോകണം. ഞണ്ട് കിട്ടിയാണെ വിളിച്ചാൽ മതി, ഞാൻ വരാം. എവിടെയാണ് ഇട്ടേക്കണ ഞണ്ട് വള്ളി? വലിയ ഞണ്ടടി, അടിപൊളി അടിപൊളി. അടിപൊളി അടിപൊളി. രണ്ടെണ്ണം ഉണ്ട്, രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട്, മൂന്നെണ്ണം. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മൂന്നെണ്ണം ഉണ്ടടി, രണ്ട് ചെറുതും ഒരു വലുതും. പൊട്ടിക്കാതെ കിട്ടുന്ന പിടിച്ചിട്ട് എടുത്തിട്ട് പോകുന്നില്ല. രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഇത് ചെറുതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയ ആദ്യമായിട്ടാണ്.
ആണോ? പിന്നെ ഇതിന് വന്നിട്ടുണ്ടെടി. അല്ല റോസ്റ്റ് ചെയ്യാൻ കറി വെക്കാൻ